കേരള സിലബസ് 10th സ്റ്റാൻഡേർഡ് ഇംഗ്ലീഷിലെ സെക്കൻഡ് ചാപ്റ്റർ ഫസ്റ്റ് യൂണിറ്റിലെ സെക്കൻഡ് ചാപ്റ്റർ ഇൻ ദ ആറ്റിക് അതിന്റെ ക്വസ്റ്റ്യൻ ആൻസേഴ്സ് ആണ് നമ്മൾ ഇന്ന് നോക്കുന്നത്. ആദ്യം നമുക്ക് സൈഡ് ക്വസ്റ്റ്യൻസ് നോക്കാം. വാട്ട് വാസ് ദ ഓഫീസേഴ്സ് ആറ്റിറ്റ്യൂഡ് ടു സ്പിൽമാൻ? ആ ഓഫീസർക്ക്, ജർമ്മൻ ഓഫീസർക്ക് സ്പിൽമാനോടുള്ള മനോഭാവം എന്തായിരുന്നു? വാട്ട് വാസ് ഹിസ് ആറ്റിറ്റ്യൂഡ്? ദ ഓഫീസർ വാസ് കൈൻഡ് ആൻഡ് കമ്പാഷനേറ്റ്. ഓഫീസർ വളരെ ദയവുള്ളവനും അതുപോലെ തന്നെ സഹാനുഭൂതി ഉള്ളവനുമായിരുന്നു. ഹി വാസ് കൈൻഡ് ആൻഡ് കമ്പാഷനേറ്റ്. He was a German and he suspected that the man hiding in the attic was a Jew. ആ ഓഫീസർ ഒരു ജർമ്മൻ ആയിരുന്നു. അതുപോലെ തന്നെ ആറ്റിക്കിൽ ഹൈഡ് ചെയ്യുന്ന ഈ ഒളിച്ചിരിക്കുന്ന മനുഷ്യൻ ഒരു ജ്യൂ ആണ്, ജൂതനാണ് എന്ന സംശയവും അയാൾക്കുണ്ടായിരുന്നു. സ്റ്റിൽ ഹി ഡിഡിൻ വാണ്ട് ടു ഡു എനിത്തിങ് ഹാംഫുൾ ടു ഹിം. എന്നിട്ടും ഈ ഒളിച്ചിരിക്കുന്ന ആൾക്ക് ബുദ്ധിമുട്ടുണ്ടാക്കുന്ന, വിഷമം ഉണ്ടാക്കുന്ന, ഉപദ്രവകരമായി ഒന്നും ചെയ്യാൻ അയാൾക്ക് ഉദ്ദേശം ഉണ്ടായിരുന്നില്ല. ഇൻസ്റ്റെഡ് ഹി ഫൗണ്ട് ഹിം എ ബെറ്റർ പ്ലേസ് ടു ഹൈഡ്. ഇയാളെ പിടിച്ചുകൊണ്ട് പോകുന്നതിന് പകരം ആ ഓഫീസർ എന്താ ചെയ്തത്? ആ ഓഫീസർ ഇയാൾക്ക് ഒളിക്കാൻ കൂടുതൽ നല്ലൊരു സ്ഥലം കണ്ടെത്തി കൊടുത്തു. ആൻഡ് ഓൾസോ ബ്രോട്ട് ഹിം ഫുഡ് വെനെവർ ഹി കുഡ്. അയാൾക്ക് സാധിക്കുമ്പോഴെല്ലാം ഈ ഒളിച്ചിരിക്കുന്ന ജൂതന്, സ്പിൽമാന് ഭക്ഷണവും കൊണ്ടുവന്നു കൊടുത്തു. വൈ ഡു യു തിങ്ക് ദ ഓഫീസർ ആസ്ക്ഡ് സ്പിൽമാൻ ടു പ്ലേ ദ പിയാനോ? എന്തുകൊണ്ടായിരിക്കും ആ ഓഫീസർ സ്പിൽമാനോട് പിയാനോ വായിച്ചു കാണിക്കാൻ പറഞ്ഞത്? സ്പിൽമാൻ ഹാഡ് ടോൾഡ് ദ ഓഫീസർ ദാറ്റ് ഹി വാസ് എ പിയാനിസ്റ്റ്. സ്പിൽമാൻ ആ ഓഫീസറോട് താൻ ഒരു പിയാനിസ്റ്റ് ആണ് എന്ന് പറഞ്ഞിരുന്നു. ദ ഓഫീസർ ടോൾഡ് ഹിം ടു പ്ലേ ദ പിയാനോ പ്രോബബ്ലി ബിക്കോസ് ഹി വാണ്ടഡ് ടു നോ ഇഫ് സ്പിൽമാൻ വാസ് ലൈങ്. സ്പിൽമാൻ കള്ളം പറയുകയാണോ എന്ന് അറിയുന്നതിന് വേണ്ടിയായിരിക്കാം ഒരു പക്ഷേ ഓഫീസർ സ്പിൽമാനോട് ആ പിയാനോ വായിച്ച് കേൾപ്പിക്കാൻ പറയുന്നത്. എനിവേ, എന്തു തന്നെയായാലും ദ ഓഫീസർ വാസ് മൂവ്ഡ് ബൈ ദ മ്യൂസിക് സ്പിൽമാൻ പ്രൊഡ്യൂസ്ഡ്. എന്തു തന്നെയായാലും സ്പിൽമാൻ ആ പിയാനോയിൽ പ്രൊഡ്യൂസ് ചെയ്ത മ്യൂസിക് അത് ആ ഓഫീസറെ ഒരുപാട് സ്വാധീനിച്ചു. ഹി വാസ് മൂവ്ഡ് and that also encouraged him to offer the Jew all the help he could. ഒരുപക്ഷെ അത് തന്നെയായിരിക്കാം പിന്നീട് സ്പിൽമാന് വേണ്ട സഹായങ്ങളെല്ലാം ചെയ്തു കൊടുക്കാൻ ആ ഓഫീസറെ പ്രേരിപ്പിക്കുന്നത്. Why was Spillman hesitant to play the piano? എന്തുകൊണ്ടാണ് സ്പിൽമാൻ ആ പിയാനോ വായിക്കാൻ മടിയുണ്ടായിരുന്നത്? Why was he hesitant? Hesitant എന്ന് പറയുമ്പോൾ മടി കാണിക്കുക. Spillman was hesitant to play the piano because he hadn't practiced for 2.5 years. 2.5 വർഷത്തിലധികമായി സ്പിൽമാൻ പിയാനോ വായിച്ചിട്ടില്ലായിരുന്നു. അയാൾ പ്രാക്ടീസ് ചെയ്തിട്ടില്ലായിരുന്നു. അതുകൊണ്ടാണ് സ്പിൽമാന് പിയാനോ വായിക്കാൻ താല്പര്യമില്ലാതിരുന്നത്. ഹിസ് ഫിംഗേഴ്സ് were stiff. അയാളുടെ വിരലുകളെല്ലാം വളരെ സ്റ്റിഫായിരുന്നു. അവയ്ക്ക് ഒട്ടും വഴക്കം ഉണ്ടായിരുന്നില്ല. and covered with a thick layer of dirt. അതുപോലെ തന്നെ ഇയാൾ ഒളിച്ചിരിക്കുന്ന ആളാണ്, കുളിക്കാനും മറ്റൊന്നും അവസരങ്ങൾ കിട്ടുന്നില്ല. അയാളുടെ ഫിംഗേഴ്സിലെല്ലാം ഒരുപാട് ചെളി ഉണ്ടായിരുന്നു. ഓൾസോ ഹി ഹാഡിൻ കട്ട് ഹിസ് നെയിൽസ് ഫോർ സം വീക്സ്. കുറേ ആഴ്ചകളായി അയാൾ അയാളുടെ നഖവും വെട്ടിയിട്ടില്ലായിരുന്നു. ഈ കാരണങ്ങളെല്ലാം കാരണമാണ് സ്പിൽമാന് പിയാനോ വായിക്കാൻ താല്പര്യമില്ലായിരുന്നത്. ഹൗ ഡസ് ദ ഓഫീസർ ഹെൽപ്പ് സ്പിൽമാൻ? ആ ഓഫീസർ എങ്ങനെയാണ് സ്പിൽമാനെ സഹായിക്കുന്നത്? ദ ഓഫീസർ ഫൗണ്ട് ഹിം എ ബെറ്റർ പ്ലേസ് ടു ഹൈഡ്. ഇയാൾക്ക് ഒളിക്കാൻ ഒരു കൂടുതൽ നല്ല സ്ഥലം ഈ ഓഫീസർ കണ്ടെത്തി കൊടുത്തു. Spillman was hiding in the attic, but the officer told him that he would be safer in the loft above the attic. സ്പിൽമാൻ ആറ്റിക്കിലാണ് ഒളിച്ചിരിക്കുന്നുണ്ടായിരുന്നത്. പക്ഷെ ഓഫീസർ പറഞ്ഞു ആ ആറ്റിക്കിന് മുകളിലുള്ള ലോഫ്റ്റിൽ ഒളിച്ചിരിക്കുന്നതാണ് കുറച്ചുകൂടി സേഫ് എന്ന് പറഞ്ഞു. ദ ഓഫീസർ ഓൾസോ ബ്രോട്ട് ഹിം ഫുഡ്. അത് മാത്രമല്ല ആ ഓഫീസർ സ്പിൽമാനും ഭക്ഷണവും കൊണ്ടുവന്നു കൊടുത്തു. വാട്ട് വാസ് ദ ഓഫീസർ അഷെയിംഡ് ഓഫ്? എന്തിനെ കുറിച്ചാണ് ആ ഓഫീസർക്ക് ലജ്ജയുണ്ടായിരുന്നത്? ദ ഓഫീസർ വാസ് അഷെയിംഡ് ഓഫ് ബീയിങ് എ ജർമ്മൻ. ഒരു ജർമ്മൻ ആണെന്നതിൽ ആ ഓഫീസർക്ക് ലജ്ജയുണ്ടായിരുന്നു. ജർമ്മൻ സോൾജിയേഴ്സ് വർ ഫൈൻഡിങ് ആൻഡ് ഫോഴ്സ്ഫുള്ളി സെൻഡിങ് ജൂസ് ടു ഗെറ്റോസ് ആൻഡ് കോൺസെൻട്രേഷൻ ക്യാമ്പ്സ് അണ്ടർ ദ ഓർഡർ ഓഫ് ഹിറ്റ്ലർ. ഹിറ്റ്ലറുടെ ഓർഡറിന്റെ അടിസ്ഥാനത്തിൽ ജർമ്മൻ സോൾജിയേഴ്സ് ജ്യൂസിനെ എല്ലാം കണ്ടുപിടിച്ച് അവരെ ഗെറ്റോയിലേക്കും അതുപോലെ തന്നെ പിന്നീട് കോൺസെൻട്രേഷൻ ക്യാമ്പിലേക്കും അയച്ചുകൊണ്ടിരിക്കുകയായിരുന്നു. ഗെറ്റോ എന്ന് പറയുന്നത് ജ്യൂസിന് മാത്രം താമസിക്കാനുള്ള സ്പെസിഫിക് ഏരിയാസ് ആണ്. അവിടെ ജീവിത സാഹചര്യങ്ങളെല്ലാം വളരെ മോശമായിരുന്നു. He felt that it was a cruel thing to do and he did not support this prosecution of Jews. ജ്യൂസിനെ ഇങ്ങനെ ഉപദ്രവിക്കുന്നത്, ഇങ്ങനെ പ്രോസിക്യൂട്ട് ചെയ്യുന്നത് ആ ഓഫീസർ ഒട്ടും സപ്പോർട്ട് ചെയ്യുന്നുണ്ടായിരുന്നില്ല. അയാളുടെ അഭിപ്രായത്തിൽ ഇതൊരു തെറ്റായ കാര്യമായിരുന്നു, ക്രൂരമായ കാര്യമായിരുന്നു. Hence he was ashamed of being a German. അതുകൊണ്ടാണ് താൻ ഒരു ജർമ്മൻകാരനാണ് എന്നതിൽ അയാൾക്ക് ലജ്ജ തോന്നിയത്. Just hang on a few more weeks. The war will be over by spring at the latest. ഏതാനും ആഴ്ചകൾ കൂടി പിടിച്ചു നിൽക്കൂ. സ്പ്രിംഗ് അവസാനിക്കുന്നതോടുകൂടിയെങ്കിലും യുദ്ധം അവസാനിക്കും. വാട്ട് ഈസ് സർപ്രൈസിംഗ് അബൌട്ട് ദിസ് സ്റ്റേറ്റ്മെന്റ്? ഇത് ജർമ്മൻ സോൾജിയർ സ്പിൽമാനോട് പറയുന്ന കാര്യമാണ്. ഈ പ്രസ്താവനയിൽ അതിശയിപ്പിക്കുന്ന എന്താണ് ഉള്ളത്? ദിസ് സ്റ്റേറ്റ്മെന്റ് ഈസ് സർപ്രൈസിംഗ് ബിക്കോസ് ഇറ്റ് കെയിം ഫ്രം എ ജർമ്മൻ സോൾജിയർ ഹു വാണ്ടഡ് ജർമ്മനി ടു ലൂസ്.
ഈ സ്റ്റേറ്റ്മെന്റിന്റെ ഏറ്റവും വലിയ പ്രത്യേകത, അതിനെ അതിശയിപ്പിക്കുന്ന കാര്യം എന്താണെന്ന് വെച്ചാൽ ഇത് പറഞ്ഞത് ഒരു ജർമ്മൻ സോൾജിയറാണ്. ജർമ്മനി യുദ്ധത്തിൽ തോറ്റു കാണണമെന്ന് ആഗ്രഹിക്കുന്ന ഒരു ജർമ്മൻ സോൾജിയറാണ് ഇത് പറഞ്ഞത്. ഓൾസോ ഇറ്റ് വാസ് പ്രോഫറ്റിക്. അത് മാത്രമല്ല, അതൊരു പ്രവചനം പോലെയായിരുന്നു. ഇറ്റ് വാസ് പ്രോഫറ്റിക്. ജസ്റ്റ് ലൈക്ക് ഹി പ്രെഡിക്റ്റഡ്, അദ്ദേഹം പ്രവചിച്ച പോലെ തന്നെ. ദ വാർ ഡിഡ് എൻഡ് വിത്തിൻ എ ഫ്യൂ വീക്സ്, ഏതാനും ആഴ്ചകൾക്കുള്ള യുദ്ധം അവസാനിക്കുകയും ചെയ്തു. ആൻഡ് ജർമ്മനി വാസ് ഡിഫീറ്റഡ്, ജർമ്മനി തോൽപ്പിക്കപ്പെടുകയും ചെയ്തു. What is the conversation between the officer and Spillman reveal about the bond between them? ഓഫീസർക്കും സ്പിൽമാനും ഇടയിലുള്ള സംഭാഷണത്തിൽ നിന്ന് അവർക്കിടയിലുള്ള ആ ഒരു ബോണ്ട്, ആ ഒരു അടുപ്പം, ആ ബന്ധത്തിനെ കുറിച്ച് എന്താണ് നമുക്ക് മനസ്സിലാക്കാൻ കഴിയുന്നത്? സ്പിൽമാൻ വാസ് എ Jew and the officer was a German. സ്പിൽമാൻ ഒരു ജൂതനായിരുന്നു, ഓഫീസർ ഒരു ജർമ്മനുമായിരുന്നു. German soldiers at that time were entrusted with the task of finding Jews and sending them to concentration camps. അക്കാലത്ത് ജർമ്മൻ സോൾജിയേഴ്സിന്റെ പല ജോലികളിൽ ഒരു ജോലി ഒളിച്ചിരിക്കുന്ന ജ്യൂസിനെ എല്ലാം കണ്ടുപിടിച്ച് അവരെ കോൺസെൻട്രേഷൻ ക്യാമ്പിലേക്ക്, ഗെറ്റോയിലേക്ക്, അതിലേക്കെല്ലാം അയക്കലായിരുന്നു. സ്റ്റിൽ ദ ഓഫീസർ വാണ്ടഡ് ടു ഹെൽപ്പ് സ്പിൽമാൻ. എന്നിട്ടും ഈ ഓഫീസർ സ്പിൽമാനെ സഹായിക്കാൻ തീരുമാനിച്ചു. അയാൾക്ക് അതിന് താല്പര്യമുണ്ടായിരുന്നു. They both probably shared the same love for music or they connected on a more humanitarian ground. ഇതിന് പല കാരണങ്ങളും ഉണ്ടായിരിക്കാം. ഒന്ന്, അവർക്ക് രണ്ടുപേർക്കും ഒരേപോലെ മ്യൂസിക്കിൽ താല്പര്യം ഉണ്ടായിരുന്നു എന്നതായിരിക്കാം. അല്ലെങ്കിൽ കുറച്ചുകൂടി മനുഷ്യത്വപരമായ എന്തെങ്കിലും കാരണങ്ങളായിരിക്കാം ആ ഓഫീസറെ സ്പിൽമാനോട് അടുപ്പിക്കുന്നത്. ദ ഓഫീസർ വാസ് റിയലി കീൻ ഓൺ ഹെൽപ്പിംഗ് സ്പിൽമാൻ. സ്പിൽമാനെ സഹായിക്കാൻ ആ ഓഫീസർക്ക് തികച്ചും താല്പര്യം ഉണ്ടായിരുന്നു. ഹി വാസ് റിയലി കീൻ ഓൺ ഹെൽപ്പിംഗ് സ്പിൽമാൻ. He helped him find a better hiding place and also brought him food despite the obvious risk involved in doing so. സ്പിൽമാൻ ഒളിച്ചിരിക്കാൻ കൂടുതൽ നല്ലൊരു സ്ഥലം കണ്ടുപിടിച്ചു കൊടുക്കുക മാത്രമല്ല ഓഫീസർ ചെയ്തത്, അദ്ദേഹത്തിന് ഭക്ഷണവും, സാധിക്കുമ്പോഴെല്ലാം ഭക്ഷണവും കൊണ്ടുവന്നു. Why was there less artillery fire after a few weeks? ഏതാനും ആഴ്ചകൾക്ക് ശേഷം പീരങ്കിയിൽ നിന്നുള്ള വെടിവെച്ചുകൾ കേൾക്കുന്നത് എന്തുകൊണ്ടാണ് കുറഞ്ഞു വന്നത്? The war was going to end and Germans were losing. യുദ്ധം അവസാനിക്കാൻ പോവുകയായിരുന്നു, ജർമ്മനി തോൽക്കുകയുമായിരുന്നു. Their troops were withdrawing. അവരുടെ സോൾജിയേഴ്സ് എല്ലാം പിൻവാങ്ങിക്കൊണ്ടിരിക്കുകയായിരുന്നു. And that is why there was less artillery fire. അതുകൊണ്ടാണ് പീരങ്കിയിൽ നിന്നുള്ള വെടിവെച്ചുകൾ ഇപ്പോൾ അധികം കേൾക്കാതെയായത്. Why does Spillman say that his hiding place was well chosen? തന്റെ ഒളിത്താവളം നല്ല രീതിയിൽ തിരഞ്ഞെടുക്കപ്പെട്ട ഒന്നാണ് എന്ന് എന്തുകൊണ്ടാണ് സ്പിൽമാൻ പറയുന്നത്? Soldiers went up and down the stairs and often brought large packages to the attic, but no one ever thought of searching the loft directly above the attic. സ്പിൽമാൻ ആദ്യം ആറ്റിക്കിലാണ് ഒളിച്ചിരിക്കുന്നുണ്ടായിരുന്നത്. പക്ഷേ ജർമ്മൻ സോൾജിയേഴ്സ് എപ്പോഴും വന്നും പോയും ഇരുന്നു. ഈ ആറ്റിക്കിലേക്ക് വലിയ വലിയ പാക്കേജുകൾ അവർ പലപ്പോഴും കൊണ്ടുവന്ന് വെക്കുകയും ചെയ്യുമായിരുന്നു. ആറ്റിക്കിലാണ് ഇയാൾ ഒളിച്ചിരുന്നതെങ്കിൽ ഇയാൾ കണ്ടുപിടിക്കപ്പെടാനുള്ള സാധ്യത വളരെ കൂടുതലായിരുന്നു. പക്ഷെ ആരും തന്നെ ആ ലോഫ്റ്റ്, ആറ്റിക്കിന് മുകളിലുള്ള ലോഫ്റ്റ് തിരയുന്നതിനെ കുറിച്ച് ആലോചിച്ചതുപോലുമില്ല. That is why Spillman says that his hiding place was well chosen. അതുകൊണ്ടാണ് സ്പിൽമാൻ പറയുന്നത് അദ്ദേഹത്തിന്റെ ഒളിസ്ഥലം നല്ല രീതിയിൽ തിരഞ്ഞെടുക്കപ്പെട്ട ഒന്നായിരുന്നു. What do you think of Spillman's advice to the German officer? ജർമ്മൻ ഓഫീസർക്ക് സ്പിൽമാൻ നൽകുന്ന ഉപദേശത്തെക്കുറിച്ച് എന്താണ് നിങ്ങൾക്ക് തോന്നുന്നത്? Spillman advises the officer to remember his name and the place where he worked. Polish radio. തന്റെ പേരും അതുപോലെ തന്നെ താൻ എവിടെയാണ് ജോലി ചെയ്യുന്നത് എന്നും ഓർക്കണമെന്ന് സ്പിൽമാൻ ആ ഓഫീസറോട് പറയുന്നുണ്ട്. He is quite grateful for all the help he has received from the officer and really wants to do something in return. സ്പിൽമാൻ ആ ഓഫീസറിൽ നിന്ന് ലഭിച്ച എല്ലാ സഹായത്തിനും നന്ദിയുള്ളവനാണ്. അതുമാത്രമല്ല, തിരിച്ച് ഓഫീസർക്ക് എന്തെങ്കിലും ചെയ്തു കൊടുക്കണമെന്ന അതിയായ ആഗ്രഹവും സ്പിൽമാനുണ്ട്. Hence he tells the officer that in future if he can help the officer in any way. അതുകൊണ്ട് അദ്ദേഹം ആ ഓഫീസറോട് പറയുകയാണ്, ഭാവിയിൽ ആ ഓഫീസറെ ഏതെങ്കിലും തരത്തിൽ സഹായിക്കാൻ സ്പിൽമാന് സാധിക്കുമെങ്കിൽ he should remember to approach him. അങ്ങനെ ഒരു സിറ്റുവേഷനിൽ ആ ഓഫീസർ എത്തുകയാണെങ്കിൽ ഓർത്ത് വെച്ച് സ്പിൽമാനെ സമീപിക്കണമെന്ന് സ്പിൽമാൻ ആ ഓഫീസറോട് പറയുകയാണ്. He tells the officer his name and where he worked. ഓഫീസറോട് അദ്ദേഹം തന്റെ പേരും പറഞ്ഞു കൊടുത്തു, താൻ എവിടെയാണ് ജോലി ചെയ്യുന്നത് എന്നും പറഞ്ഞു കൊടുത്തു. What sound did Spillman hear from the attic? ആറ്റിക്കിൽ നിന്ന് എന്ത് ശബ്ദങ്ങളാണ് സ്പിൽമാൻ കേട്ടുകൊണ്ടിരുന്നത്? He heard the stormy wind. പുറത്ത് വീശുന്ന ശക്തിയായ കാറ്റ് ഇദ്ദേഹത്തിന് കേൾക്കാമായിരുന്നു. The squeaking and rustling of rats and mice running back and forth in the attic. ആറ്റിക്കിലൂടെ അങ്ങോട്ടും ഇങ്ങോട്ടും ഓടുന്ന എലികളുടെ അവരുണ്ടാക്കുന്ന ആ ശബ്ദങ്ങളെല്ലാം ഇദ്ദേഹത്തിന് കേൾക്കാമായിരുന്നു. Why does Spillman say that he had to be alone if he wanted to live? ജീവിക്കണമെങ്കിൽ താൻ തനിച്ചായിരിക്കണമെന്ന് സ്പിൽമാൻ എന്തുകൊണ്ടാണ് പറയുന്നത്?
ഫസ്റ്റ് ഹി ഹാഡ് എ ഹോം, പേരൻസ് ആൻഡ് സിബ്ലിങ്സ്. ആദ്യം ഇദ്ദേഹത്തിന് ഒരു വീടുണ്ടായിരുന്നു, അച്ഛനമ്മമാരുണ്ടായിരുന്നു, സഹോദരങ്ങളുണ്ടായിരുന്നു. Then they lost their home, but they were still together. പിന്നെ അവർക്ക് ആ വീട് നഷ്ടപ്പെട്ടു, പക്ഷെ അപ്പോഴും അവർ ആ കുടുംബം മുഴുവൻ ഒരുമിച്ച് തന്നെയായിരുന്നു. Later he got separated from his family and now he was living alone. പിന്നീട് അദ്ദേഹം തന്റെ കുടുംബത്തിൽ നിന്നും വേർപെട്ടു പോയി. ഇപ്പൊ അദ്ദേഹം തനിച്ചാണ് താമസിക്കുന്നുണ്ടായിരുന്നത്. His family probably had been killed or maybe they were also hiding in different places. അദ്ദേഹത്തിന്റെ കുടുംബാംഗങ്ങൾ അവരൊരു പക്ഷേ കൊല്ലപ്പെട്ടിട്ടുണ്ടായിരിക്കാം, അല്ലെങ്കിൽ അവരും ഇതുപോലെ എവിടെയെങ്കിലും ഒക്കെ ഒളിച്ചിരിക്കുകയായിരിക്കാം. In that scenario, സ്പിൽമാൻ കുഡിൻ അഫോർഡ് ടു ഗോ ഔട്ട്. ഈ ഒരു സിറ്റുവേഷനിൽ സ്പിൽമാന് പുറത്തു പോവാനോ ഫൈൻഡ് ഹിസ് ഫാമിലി ഓർ ലീവ് വിത്ത് അവരെ കണ്ടുപിടിക്കാനോ അവരുടെ കൂടെ ജീവിക്കാനോ സാധിക്കില്ല. ഹി ഹാഡ് ടു റിമെയിൻ ഇൻ ഹൈഡിങ് ഇഫ് ഹി വാണ്ടഡ് ടു ലീവ്. ജീവിക്കണമെങ്കിൽ അദ്ദേഹം ഒളിവിൽ കഴിഞ്ഞേ മതിയാവും. വാട്ട് വർ ദ റേഡിയോ അനൗൺസ്മെന്റ്സ് അബൌട്ട്? ആ റേഡിയോ അനൗൺസ്മെന്റ്സ് എന്തിനെ കുറിച്ചായിരുന്നു? The radio announcements were about the defeat of Germany and the liberation of Warsaw from Nazis. ജർമ്മനിയുടെ തോൽവിയെക്കുറിച്ചും അതേപോലെ തന്നെ വാൾസയുടെ മോചനത്തെക്കുറിച്ചുമായിരുന്നു. How does Spillman survive the freezing cold? ആ കൊടും തണുപ്പ് അതെങ്ങനെയാണ് സ്പിൽമാൻ സർവൈവ് ചെയ്യുന്നത്? The last time the German officer came, he had brought Spillman a German military coat to keep him warm during the cold winter months. ഏറ്റവും അവസാനം ആ ഓഫീസർ സ്പിൽമാനെ സന്ദർശിച്ച സമയത്ത് അദ്ദേഹം സ്പിൽമാന് ഒരു ജർമ്മൻ മിലിറ്ററി ഓവർകോട്ട് കൊണ്ടുവന്ന് കൊടുത്തിട്ടുണ്ടായിരുന്നു, കോൾഡ് വിന്റർ മന്ത്സ് സർവൈവ് ചെയ്യുന്നതിന് വേണ്ടി. ദാറ്റ് ഈസ് ഹൗ സ്പിൽമാൻ സർവൈവ്ഡ് ദ ഫ്രീസിംഗ് കോൾഡ്. അങ്ങനെയാണ് സ്പിൽമാൻ ആ വിറയ്ക്കുന്ന തണുപ്പ് കാലം അത് അതിജീവിക്കുന്നത്. വാട്ട് ഇൻഫർമേഷൻ ഡിഡ് സ്പിൽമാൻ ഹോപ്പ് ടു ഗ്യാദർ? എന്ത് ഇൻഫർമേഷനാണ്, എന്ത് വിവരമാണ് സ്പിൽമാൻ ശേഖരിക്കാൻ ആഗ്രഹിച്ചത്? After he heard announcements of the defeat of Germany, he decided to go out for the first time in probably several months. ജർമ്മനി തോറ്റു എന്ന് കേട്ടപ്പോൾ സ്പിൽമാൻ പുറത്തു പോവാൻ തീരുമാനിച്ചു, മാസങ്ങൾക്ക് ശേഷം ഒരുപക്ഷെ ആദ്യമായിട്ട്. Then he heard the rhythmic footsteps of guards in the road again. പുറത്തേക്ക് ഇറങ്ങാൻ തുടങ്ങുമ്പോഴാണ് വീണ്ടും റോഡിൽ ഗാർഡ്സിന്റെ സോൾജിയേഴ്സിന്റെ rhythmic footsteps കേൾക്കുന്നത്. He probably thought that the Germans were back again. അപ്പൊ ഇത് കേൾക്കുമ്പോൾ അദ്ദേഹത്തിന് പിന്നെയും തോന്നുകയാണ് ഒരുപക്ഷെ ജർമ്മൻസ് തിരിച്ചു വന്നിട്ടുണ്ടായിരിക്കാം. അവർ പോയിട്ടുണ്ടായിരിക്കില്ല, വിഡ്രോ ചെയ്തിരുന്നു എന്ന് പറഞ്ഞിരുന്നു, പക്ഷെ അവർ തിരിച്ചു വന്നിട്ടുണ്ടായിരിക്കാം. സോ ഹി ഫെൽറ്റ് ഡിജക്റ്റഡ്. അദ്ദേഹത്തിന് വലിയ നിരാശ തോന്നി. ലെറ്റർ ഹി ഹേർഡ് ദ സൗണ്ട്സ് ഓഫ് വിമൻ ആൻഡ് ചിൽഡ്രൻ ആൻഡ് ഡിസൈഡഡ് ടു ഗെറ്റ് ഇൻഫർമേഷൻ അറ്റ് ആൾ കോസ്റ്റ്. പിന്നീട് സ്ത്രീകളുടെയും കുട്ടികളുടെയും ശബ്ദം കേൾക്കുകയും എല്ലാ വിവരങ്ങളും ശേഖരിക്കണമെന്ന് അദ്ദേഹം തീരുമാനിക്കുകയും ചെയ്തു. He wanted to find out if Germans had indeed withdrawn from Warsaw. അതാണ് അദ്ദേഹത്തിന് അറിയേണ്ടിയിരുന്നത്, ജർമ്മൻകാര് വാൾസയിൽ നിന്ന് ശരിക്കും പോയിട്ടുണ്ടോ? ഈ ഒരു ഇൻഫർമേഷൻ ആണ് അദ്ദേഹത്തിന് വേണ്ടിയിരുന്നത്. ഇനി നമുക്ക് ഈ ചാപ്റ്ററിന് താഴെയുള്ള ക്വസ്റ്റ്യൻസ് നോക്കാം. ലെറ്റ്സ് റിവൈൻഡ് എന്ന സെക്ഷനിലെ ക്വസ്റ്റ്യൻസ് നോക്കാം. Why does the German soldier help Spillman and save his life? എന്തുകൊണ്ടാണ് ആ ജർമ്മൻ സോൾജിയർ സ്പിൽമാനെ സഹായിക്കുന്നതും അദ്ദേഹത്തിന്റെ ജീവൻ രക്ഷിക്കാൻ ശ്രമിക്കുന്നതും? The German soldier was kind and did not approve of the cruel way the Nazis treated Jews. ജർമ്മൻ സോൾജിയർ അദ്ദേഹം വളരെ ദയവുള്ളവനായിരുന്നു, കരുണയുള്ളവനായിരുന്നു. അതുപോലെ തന്നെ നാസികളെ ജൂതന്മാർക്ക് നൽകിയിരുന്ന ക്രൂരമായ ട്രീറ്റ്മെന്റ് അത് അദ്ദേഹം അംഗീകരിക്കുന്നുണ്ടായിരുന്നില്ല. One of his duties was to catch Jews from their hiding places and send them to concentration camps. ആ സോൾജിയറുടെ ജോലികളിൽ ഒന്ന് ഒളിച്ചിരിക്കുന്ന ജ്യൂസിനെ കണ്ടുപിടിച്ച് അവരെ കോൺസെൻട്രേഷൻ ക്യാമ്പുകളിലേക്ക് അയക്കുക എന്നതായിരുന്നു. Because he was kind, അദ്ദേഹം കരുണയുള്ളവനായതിനാൽ ഇൻസ്റ്റെഡ് ഓഫ് സെൻഡിങ് ജ്യൂസ് ടു കോൺസെൻട്രേഷൻ ക്യാമ്പ്സ്, അദ്ദേഹം കണ്ടുപിടിക്കുന്ന ജ്യൂസിനെ കോൺസെൻട്രേഷൻ ക്യാമ്പുകളിലേക്ക് അയക്കുന്നതിന് പകരം he found them better hiding places and also brought them food. അവർക്ക് ഒളിച്ചിരിക്കാൻ നല്ല സ്ഥലങ്ങൾ കണ്ടുപിടിച്ചു കൊടുക്കുകയും അതുപോലെ തന്നെ അവർക്ക് ഭക്ഷണം കൊണ്ടുവന്ന് കൊടുക്കുകയും ചെയ്തിരുന്നു. How does Spillman maintain hope in extreme hardship and danger? ഇത്ര കടുത്ത ദുരിതത്തിലും എങ്ങനെയാണ് സ്പിൽമാൻ പ്രതീക്ഷ നിലനിർത്തുന്നത്, പ്രതീക്ഷ കൈവിടാതിരിക്കുന്നത്? The officer had assured him that the war would end soon and Germany would be defeated. യുദ്ധം പെട്ടെന്ന് അവസാനിക്കുമെന്നും ജർമ്മനി തോൽപ്പിക്കപ്പെടുമെന്നും ഓഫീസർ സ്പിൽമാന് വാക്കുകൊടുത്തിരുന്നു, പ്രോമിസ് ചെയ്തിരുന്നു. The officer also found him a better hiding place, brought him food and warm clothing. ഇത് മാത്രമല്ല, ആ ഓഫീസർ സ്പിൽമാന് ഒളിച്ചിരിക്കാൻ കൂടുതൽ നല്ലൊരു സ്ഥലം കണ്ടുപിടിച്ചു കൊടുത്തു, അദ്ദേഹത്തിന് ഭക്ഷണം കൊണ്ടുവന്ന് കൊടുത്തു, അതുപോലെ തന്നെ വിന്റർ ക്ലോത്തിങ്, തണുപ്പ് കാലത്ത് ധരിക്കാനുള്ള ഒരു ഓവർ കോട്ടും കൊണ്ടുവന്ന് കൊടുത്തു. These are the things that helped him maintain hope. ഇതെല്ലാമാണ് സ്പിൽമാന് പ്രതീക്ഷ കൈവിടാതിരിക്കാൻ സഹായിക്കുന്നത്. Why was Spillman afraid of being killed by Polish soldiers, his own countrymen? തന്റെ നാട്ടുകാർ തന്നെ
പോളിഷ് സോൾജിയേഴ്സ് തന്നെ കൊല്ലുമെന്ന് വധിക്കുമെന്ന് എന്തുകൊണ്ടാണ് സ്പിൽമാൻ ഭയന്നത്? സ്പിൽമാൻ വാസ് വെയറിംഗ് എ ജർമ്മൻ മിലിറ്ററി കോട്ട് ആൻഡ് ഹെൻസ് whoever saw him suspected that he was a German. സ്പിൽമാൻ ധരിച്ചിരുന്ന ഒരു ജർമ്മൻ മിലിറ്ററി കോട്ടാണ്. അതുകൊണ്ട് തന്നെ അദ്ദേഹത്തെ ആര് കണ്ടു കഴിഞ്ഞാലും അദ്ദേഹം ജർമ്മൻ ആണെന്ന് തെറ്റിദ്ധരിച്ചിരുന്നു. ഇറ്റ് വാസ് എക്സ്ട്രീംലി കോൾഡ് ആൻഡ് ഹി പ്രോബ്ലി കുഡിൻ ഗോ വിത്തൗട്ട് വെയറിംഗ് ദാറ്റ് കോട്ട്. നല്ല തണുപ്പായിരുന്നു, അതുകൊണ്ട് തന്നെ അദ്ദേഹത്തിന് ഒരു പക്ഷേ ഈ കോട്ട് ധരിക്കാതെ പുറത്തു പോകാൻ സാധിക്കുന്നുണ്ടായിരുന്നില്ല. സോ സ്പിൽമാൻ വാസ് അഫ്രൈഡ് ഓഫ് ബീയിങ് കിൽഡ് ബൈ ഹിസ് ഓൺ സോൾജിയേഴ്സ്. അതുകൊണ്ട് തന്നെ തന്റെ സ്വന്തം പട്ടാളക്കാരാൽ, തന്റെ നാട്ടുകാരാൽ താൻ വധിക്കപ്പെടുമെന്ന് സ്പിൽമാൻ ഭയന്നിരുന്നു. ഹൗ ഡു ലക്ക്, ചാൻസ് ആൻഡ് ഹ്യൂമൻ കൈൻഡ്നെസ് ഹെൽപ്പ് സ്പിൽമാൻ ടു സർവൈവ്? എങ്ങനെയാണ് ഭാഗ്യവും അവസരങ്ങളും അതുപോലെ തന്നെ മനുഷ്യന്റെ ദയവും സ്പിൽമാനെ ഈ ഒരു പ്രതിസന്ധി അതിജീവിക്കാൻ സഹായിക്കുന്നത്? ഇറ്റ് വാസ് പ്യുവർ ലക്ക് ആൻഡ് ചാൻസ് ദാറ്റ് ഹെൽപ്ഡ് സ്പിൽമാൻ സർവൈവ്. ഒരുപാട് ജ്യൂസ് മരിച്ചിരുന്നു, അവരിൽ നിന്ന് അപൂർവം പേരാണ് രക്ഷപ്പെട്ടത്. രക്ഷപ്പെട്ടവർക്കെല്ലാം തന്നെ അത് പലപ്പോഴും അവരുടെ ഭാഗ്യമായിരുന്നു. ഇറ്റ് വാസ് പ്യുവർ ലക്ക് ആൻഡ് ചാൻസ് ദാറ്റ് ഹെൽപ്ഡ് സ്പിൽമാൻ സർവൈവ്. ഹി വാസ് ഹൈഡിംഗ് ഇൻ ദ ആറ്റിക് ഓഫ് എ ബിൽഡിംഗ് വെർ ജർമ്മൻ സോൾജിയേഴ്സ് സ്റ്റോർഡ് തിങ്സ്. ജർമ്മൻ പട്ടാളക്കാര് സാധനങ്ങൾ സൂക്ഷിക്കുന്ന ഒരു ബിൽഡിങ്ങിന്റെ ആറ്റിക്കിലാണ് സ്പിൽമാൻ ഒളിച്ചിരുന്നിരുന്നത്. ഇഫ് ഹി ഹാഡ് ബീൻ ഡിസ്കവേർഡ് ബൈ അനദർ ജർമ്മൻ ഓഫീസർ ഹു ഹേറ്റഡ് ജ്യൂസ്, ഇദ്ദേഹത്തെ കണ്ടുപിടിക്കുന്നത് ജൂതന്മാരെ വെറുക്കുന്ന മറ്റൊരു ജർമ്മൻ ഓഫീസർ ആയിരുന്നെങ്കിൽ ഹി വുഡ് സെർട്ടൻലി ഹാവ് ബീൻ സെന്റ് ടു ദ ഗെറ്റോ. ഇദ്ദേഹത്തിനെ അവർ പെട്ടെന്ന് തന്നെ പിടിച്ച് ഗെറ്റോയിലേക്ക് അയക്കുമായിരുന്നു, അല്ലെങ്കിൽ അവർ കൊല്ലുകയോ കോൺസെൻട്രേഷൻ ക്യാമ്പിലേക്ക് അയക്കുകയോ ചെയ്യുമായിരുന്നു. Instead, he was found by a kind and compassionate German soldier who not only helped him to find a better hiding place, but also brought him food and winter clothing. അതിനു പകരം സ്പിൽമാനെ കണ്ടുപിടിച്ചത് വളരെ കരുണയുള്ള ഒരു ജർമ്മൻ ഓഫീസറായിരുന്നു. ആ ഓഫീസർ ഇദ്ദേഹത്തിന് ഒളിച്ചിരിക്കാൻ കൂടുതൽ നല്ല സ്ഥലം കണ്ടുപിടിച്ചു കൊടുക്കുക മാത്രമല്ല, ഭക്ഷണവും അതുപോലെ തന്നെ തണുപ്പ് കാലത്ത് ധരിക്കാനുള്ള വസ്ത്രങ്ങളും കൊണ്ടുവന്നു കൊടുത്തു. In other words, his survival depended entirely on his good luck and the kindness of that officer. മറ്റൊരു വാക്കിൽ പറയുകയാണെങ്കിൽ ഇദ്ദേഹത്തിന്റെ അതിജീവനം പൂർണ്ണമായും ആ ഓഫീസറുടെ ദയവിനെയും ഇദ്ദേഹത്തിന്റെ ഭാഗ്യത്തിനെയും ആശ്രയിച്ചാണ് ഇരുന്നിരുന്നത്. Was it risky for the German soldier to help Spillman? Why? ആ ജർമ്മൻ സോൾജിയറെ സംബന്ധിച്ച് സ്പിൽമാനെ സഹായിക്കുന്നത് അപകടം പിടിച്ച കാര്യമായിരുന്നു. എന്തുകൊണ്ട്? Yes, it was quite risky for the German soldier to help Spillman. സ്പിൽമാനെ സഹായിക്കുക എന്നത് ആ ജർമ്മൻ സോൾജിയറെ സംബന്ധിച്ച് വളരെയേറെ അപകടം പിടിച്ച പ്രവൃത്തിയായിരുന്നു. His duty was to find all the hiding Jews and send them to ghettos. ആ ഓഫീസറുടെ ജോലികളിൽ ഒന്ന് എല്ലാ ഒളിച്ചിരിക്കുന്ന ജ്യൂസിനെയും കണ്ടുപിടിച്ച് അവരെ ഗെറ്റോയിലേക്ക് അയക്കുക എന്നായിരുന്നു. He was not supposed to help them. ഈ ജ്യൂസിനെ സഹായിക്കുക എന്നതായിരുന്നില്ല അദ്ദേഹത്തിന്റെ ജോലി. If other officers learned that he was protecting a Jew, he would face stringent punishment. മറ്റ് ഓഫീസേഴ്സ് ഇദ്ദേഹം സ്പിൽമാനെ പ്രൊട്ടക്ട് ചെയ്യുന്ന കാര്യം കണ്ടെത്തുകയാണെങ്കിൽ ഈ ഓഫീസർക്ക് കടുത്ത ശിക്ഷ തന്നെ നേരിടേണ്ടി വരും. എന്നിട്ടും he helped Spillman because he was a genuinely kind person. എന്നിട്ടും ആ ഓഫീസർ സ്പിൽമാനെ സഹായിച്ചു, കാരണം അദ്ദേഹം അത്രയധികം ആത്മാർത്ഥതയും ദയവും ഉള്ളൊരു വ്യക്തിയായിരുന്നു. Why is Spillman's memoir classified as survivor testimony? How, in your opinion, does survivor testimony enrich literature, history and enhance our understanding of the world? എന്തുകൊണ്ടാണ് സ്പിൽമാന്റെ ഓർമ്മക്കുറിപ്പുകളെ സർവൈവർ ടെസ്റ്റിനി എന്ന രീതിയിൽ ക്ലാസിഫൈ ചെയ്തിട്ടുള്ളത്? നിങ്ങളുടെ അഭിപ്രായത്തിൽ എങ്ങനെയാണ് സർവൈവർ ടെസ്റ്റിമണീസ് നമ്മുടെ സാഹിത്യത്തെയും ചരിത്രത്തെയും പോഷിപ്പിക്കുന്നത്, അതുപോലെ തന്നെ ലോകത്തിനെ കുറിച്ചുള്ള നമ്മളുടെ ആ ഒരു ധാരണ, അണ്ടർസ്റ്റാൻഡിങ് അത് ഇംപ്രൂവ് ചെയ്യുന്നത്? Spillman's memoir is classified as survivor testimony because it gives a first-hand account of the trials and challenges Jews faced during World War II. രണ്ടാം ലോക മഹായുദ്ധകാലത്ത് ജൂതന്മാര് അനുഭവിക്കേണ്ടി വരുന്ന പരീക്ഷണങ്ങൾ, അവരുടെ വെല്ലുവിളികൾ, അതിനെക്കുറിച്ചെല്ലാം ഉള്ളൊരു ഫസ്റ്റ് ഹാൻഡ് അക്കൗണ്ട് ആണ് ഈ ഒരു ദ പിയാനിസ്റ്റ് എന്ന സ്പിൽമാന്റെ ഓർമ്മക്കുറിപ്പുകൾ നൽകുന്നത്. This is not a story, and all the incidents mentioned in this memoir are true and they give a chilling account of what life was in those days for Jews. ഇതൊരു കഥയല്ല, ഇതിൽ പറഞ്ഞിട്ടുള്ള എല്ലാ സംഭവങ്ങളും നടന്നിട്ടുള്ളതാണ് എന്ന് മാത്രമല്ല, അക്കാലത്ത് ജ്യൂസിനെ സംബന്ധിച്ച് ജീവിതം എങ്ങനെയായിരുന്നു എന്നതിനെ കുറിച്ചുള്ള ഒരു ചില്ലിംഗ് അക്കൗണ്ട്, അതായത് നമ്മളെ മരവിപ്പിക്കുന്ന, നമ്മളെ പേടിപ്പിക്കുന്ന രീതിയിലാണ് ഇതിൽ വിവരിച്ചിട്ടുള്ളത്. Survivor testimonies help us understand history better because they are written by people who went through those experiences.
അനുഭവിച്ച ആളുകളാണ് ഇതെല്ലാം എഴുതുന്നത്. അതുകൊണ്ട് തന്നെ നമുക്ക് ചരിത്രത്തിനെ കുറിച്ച് കൂടുതൽ നല്ലൊരു ധാരണ, ഒരു അണ്ടർസ്റ്റാൻഡിങ് ലഭിക്കാൻ ഇതുപോലത്തെ ബുക്സ്, സർവൈവർ ടെസ്റ്റിമണീസ് സഹായിക്കുന്നുണ്ട്. ദേ ഹെൽപ്പ് us see historical events from the right perspective. ശരിയായ രീതിയിൽ നിന്ന് ചരിത്ര സംഭവങ്ങളെ നോക്കിക്കാണാൻ ഇതുപോലത്തെ ടെസ്റ്റിമണീസ് നമ്മളെ സഹായിക്കുന്നുണ്ട്. These testimonies also enrich literature because they make a compelling reader. നമ്മളെ ഇരുത്തി വായിപ്പിക്കുന്ന പുസ്തകങ്ങളാണിവ. അതുകൊണ്ട് തന്നെ ഇവ സാഹിത്യത്തെയും പോഷിപ്പിക്കുന്നുണ്ട്. In the entry to the passage, you would have come across the expression en masse. What do you think it means in the context? ഈ ചാപ്റ്റർ തുടങ്ങുന്നതിന് മുമ്പ് അതിൻ്റെ ആ പ്രിഫേസിൽ ഓൺ മാസ് എന്നൊരു പ്രയോഗം നിങ്ങൾ കണ്ടിട്ടുണ്ടായിരിക്കും. അത് ഈ ഒരു ലെസന്റെ കോണ്ടെക്സ്റ്റിൽ എന്താണ് അതുകൊണ്ട് ഉദ്ദേശിക്കുന്നത്? ഓൺ മാസ് മീൻസ് ഓൾ ടുഗെദർ, ഒരുമിച്ച്, കൂട്ടത്തോടെ, അതാണ് ഈ ഒരു പ്രയോഗത്തിന് അർത്ഥം. Here it refers to the act of killing a large number of Jews all at once by making them inhale poisonous gases. വിഷവാതകം ശ്വസിപ്പിച്ച് ഒരുപാട് ജ്യൂസിനെ, ആയിരക്കണക്കിന് ജ്യൂസിനെ ഒരുമിച്ച് കൊല്ലുന്ന ആ ഒരു പ്രോസസ്സിനെ കുറിച്ച് പറയുന്നതിന് വേണ്ടിയാണ് ഇവിടെ അത് ഉപയോഗിക്കുന്നത്. Over 500,000 Jews had been killed in this manner in Warsaw alone. വാഴ്സയിൽ മാത്രം 5 ലക്ഷത്തിലധികം ജ്യൂസ് ഇത്തരത്തിൽ കൊല്ലപ്പെട്ടിട്ടുണ്ടായിരുന്നു. Does the expression en masse remind you of a similar phrase you came across in class 9? ക്ലാസ് 9ൽ നിങ്ങൾ പഠിച്ച ഇതേപോലത്തെ ഒരു ഫ്രേസ് നിങ്ങൾക്ക് ഓർമ്മ വരുന്നുണ്ടോ? ഓൺ മാസ് എന്ന ഫ്രേസ് കേൾക്കുമ്പോൾ? യെസ്, ഇറ്റ് റിമൈൻഡ്സ് മീ ഓഫ് ദ ഫ്രേസ് ഓൺ ബ്ലോക്ക്. ബോത്ത് ഫ്രേസസ് ഹാവ് സിമിലർ മീനിങ്സ്. രണ്ട് ഫ്രേസിനും ഏകദേശം ഒരേ മീനിങ് തന്നെയാണ്, കൂട്ടത്തോടെ. ആ ഒരു അർത്ഥത്തിൽ തന്നെയാണ് നമ്മൾ രണ്ട് ഫ്രേസും ഉപയോഗിക്കുന്നത്. How are these expressions different from other commonly used phrases in English? ഇംഗ്ലീഷിൽ നമ്മൾ കോമൺ ആയി യൂസ് ചെയ്യുന്ന മറ്റു ഫ്രേസസിൽ നിന്ന് എങ്ങനെയാണ് ഈ എക്സ്പ്രഷൻസ് വ്യത്യസ്തമായിരിക്കുന്നത്? These phrases are different from other commonly used phrases in English because they are borrowed from other languages. ഈ ഫ്രേസസ് ഡിഫറെൻ്റ് ആണ് കാരണം ഇത് മറ്റു ഭാഷകളിൽ നിന്ന് കടമെടുത്ത ഫ്രേസസ് ആണ്. These two phrases actually come from French. ഈ രണ്ട് ഫ്രേസുകളും ഫ്രഞ്ച് ഭാഷയിൽ നിന്ന് ഇംഗ്ലീഷിലേക്ക് എത്തിയവയാണ്. ഈ ലെസൺ നിങ്ങൾക്ക് യൂസ്ഫുൾ ആയിരുന്നു എന്ന് കരുതുന്നു. ഇത് ഇഷ്ടമാവുന്നവരെ ഷെയർ ചെയ്യാനും ലൈക്ക് ചെയ്യാനും ഹൈപ്പ് ചെയ്യാനും അതുപോലെ ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുത്. താങ്ക് യു ഫോർ വാച്ചിങ്.